3 പേരുടെ അച്ഛന്മാരാണ് വന്നിരിക്കുന്നത്. അഭിഷേകിന്റെ, സിജോയുടെ, നോറയുടെ ഒക്കെ വന്നിട്ടുണ്ട്. അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാവരും അകത്തേക്ക് പോയ സമയത്ത് അവിടെ ഗാർഡൻ ഏരിയയിൽ സോഫയിൽ ഒരാൾ ഒറ്റയ്ക്കിരിപ്പുണ്ട്. മറ്റാരുമല്ല, ജാസ്മിനാണത്. ജാസ്മിൻ ഭയങ്കര സങ്കടത്തിൽ അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. തന്റെ ഫാമിലിയിൽ നിന്ന് ഇതുവരെ ആരും വന്നിട്ടില്ല. ഇനി വരാനിരിക്കുന്നത് റസ്മിന്റെയും ജാസ്മിന്റെയും ഫാമിലിയാണ്. വരുമോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പില്ലാത്ത കാര്യമാണ്. അവിടെ ലാസ്റ്റത്തേക്ക് വെക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ വരാം, വരുമോ ഇല്ലയോ എന്നുള്ളത്. അതുപോലെ തന്നെ ചിലപ്പോൾ അവിടെ ഔട്ട് ആവുന്ന 2 പേരെയാണോ ഇനി ലാസ്റ്റ് കൊണ്ടുവരാതിരിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കാം. അതുകൊണ്ടാണോ എന്നറിയില്ല അവിടെ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. ജാസ്മിൻ ഫാമിലി വരാത്തതിനാൽ അവിടെ വിഷമിച്ച് ആകെ ഡള്ളായിട്ട്, ഭയങ്കര ഡള്ളായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ജാസ്മിൻ ഹേറ്റേഴ്സ് പൊതുവെ പറയുന്നത് അവളുടെ നാടകമാണ്, അവള് എന്തായാലും ഫാമിലിയൊക്കെ വരുന്ന എന്തായാലും അറിയാവുന്ന കാര്യമല്ല, പിന്നെ ഈ ആക്ടിങ് ഡ്രാമയുടെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവർ ഒരുപാടുണ്ടായിരിക്കാം. പക്ഷെ എത്ര ജാസ്മിൻ ഹേറ്റേഴ്സ് ആയാലും ജാസ്മിന്റെ ഫാമിലി എൻറ്റർ ചെയ്യുന്നത് കാണാനല്ലേ ഈ പറയുന്നവർ എത്ര ഹേറ്റേഴ്സും കാത്തിരിക്കുന്നത്. ഈ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ആ ജാഫറും അവരുടെ ഉമ്മയും വന്നിട്ട് എന്താണ് ജാസ്മിന്റെ അടുത്ത് പറയുന്നത്, എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്നൊക്കെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവർ സത്യത്തിൽ എനിക്ക് തോന്നുന്നു ജാസ്മിന്റെ ഇഷ്ടപ്പെടുന്നവരെക്കാൾ ജാസ്മിൻ ഹേറ്റേഴ്സ് ആയിരിക്കും അത് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് വേണം അവർ വന്നിട്ട് വേണം അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ജാസ്മിനെ കുറ്റം പറയാനായിട്ട്. അതുകൊണ്ട് ജാസ്മിന്റെ ഫാദർ വന്നില്ലെങ്കിൽ എന്താ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ട്രോളിയിട്ട് കാര്യമൊന്നുമില്ല. ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കിട്ടാൻ പോകുന്ന എപ്പിസോഡ് നാളത്തെ എപ്പിസോഡായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അവിടെ ജാസ്മിൻ ഭയങ്കര സങ്കടത്തിലാണ് ഇരിക്കുന്നത്. അപ്പൊ അച്ഛന്മാർ പറയുന്നുണ്ടായിരുന്നു പിന്നീട് ജാസ്മിന്റെ അടുത്ത് എന്തായാലും ഫാമിലി വരും. നോറയുടെ ഉപ്പയാണ് പറയുന്നത്, എന്തായാലും വരും, മോള് വിഷമിക്കേണ്ട, അവർ വരൂട്ടോ എന്ന് പറയുന്നുണ്ടായിരുന്നു അവിടെ ജാസ്മിന്റെ അടുത്ത്.